നമസ്കാരം, ഞാൻ ഡോക്ടർ കുര്യൻ തോമസ്. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് അപസ്മാരത്തിൽ മദ്യ ഉപയോഗത്തിൻ്റെ പ്രാധാന്യമെന്ത് എന്നതിനെക്കുറിച്ചാണ്. അപസ്മാര രോഗികൾ കർശനമായും ഒഴിവാക്കേണ്ട ഒരു കാര്യമാണ് മദ്യം. മദ്യം ഉപയോഗിക്കുമ്പോൾ നമ്മൾ അപസ്മാരം വരാതിരിക്കാൻ കഴിക്കുന്ന മരുന്നുകൾ ഫലിക്കുകയില്ല. വീണ്ടും അപസ്മാരം ഉണ്ടാക്കാനുള്ള അപകട സാധ്യത 10 മടങ്ങാവുകയാണ്. ഒരു ചെറിയ അളവിൽ പോലും മദ്യം അപസ്മാരമുള്ള രോഗികൾ ഉപയോഗിക്കരുത്. മറ്റൊരു കാര്യം, അപസ്മാരം എന്ന് പറയുന്നത് മദ്യവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകാം. ഇത് പ്രധാനമായും 2 തരത്തിലാണ്. ഏറ്റവും കോമൺ ആയിട്ടുള്ളതാണ് ആൽക്കഹോൾ വിഡ്രോവൽ സീഷർ എന്ന് വെച്ചാൽ മദ്യം സ്ഥിരമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ പെട്ടെന്ന് മദ്യം നിർത്തിയാൽ അയാളിലുണ്ടാകുന്ന അപസ്മാരമാണ് ആൽക്കഹോൾ വിഡ്രോവൽ സീഷർ. ഇതിൻ്റെ കാരണം എന്താണ്? നമ്മുടെ തലച്ചോറിൽ നോർമലായി തലച്ചോറിനെ ഡിപ്രസ് ചെയ്യുന്ന, തലച്ചോറിൻ്റെ പ്രവർത്തനം ഡിപ്രസ് ചെയ്യുന്ന ന്യൂറോ ട്രാൻസ്മിറ്ററാണ് ഗാബ. തലച്ചോറിനെ ആക്റ്റീവ് ആക്കുന്നതാണ് ഗ്ലൂട്ടാമേറ്റ്. മദ്യത്തിൻ്റെ എഫക്റ്റ് കൊണ്ട് തലച്ചോറ് സപ്രസ് ചെയ്യപ്പെടും. സ്ഥിരമായി മദ്യം ഉപയോഗിക്കുന്ന ആളിൽ ബ്രെയിൻ സപ്രസ്ഡ് ആയ രീതിയിലാണ് ഇരിക്കുക. ഇങ്ങനെയുള്ള ഒരാൾ പെട്ടെന്ന് മദ്യം ഉപയോഗിക്കുന്നത് നിർത്തിയാൽ അയാളുടെ തലച്ചോറിലെ ഗ്ലൂട്ടാമേറ്റ് ആക്ടിവിറ്റി കൂടുന്നത് കൊണ്ട് ഹൈപ്പർ എക്സൈറ്റബിൾ ആണ് ബ്രെയിൻ. അതുകൊണ്ടാണ് അവരിൽ അപസ്മാരം ഉണ്ടാകുന്നത്. കാലങ്ങളോളമായി മദ്യം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രോഗി സ്വയം തീരുമാനിച്ചോ, മദ്യം ഉപയോഗിക്കാൻ പൈസ തികയാത്തത് കൊണ്ടോ, ഡോക്ടർ പറഞ്ഞതുകൊണ്ടോ ഒക്കെ പെട്ടെന്നൊരു ദിവസം മദ്യം നിർത്തിയാൽ ആ സമയത്ത് ഒരു 6 മണിക്കൂറിന് ശേഷം അല്ലെങ്കിൽ ഒരു 3 ദിവസം വരെയുള്ള സമയത്ത് ഉണ്ടാകുന്ന കോട്ടലിനെയാണ് ആൽക്കഹോൾ വിഡ്രോവൽ സീഷർ എന്ന് പറയുന്നത്. കൂടുതൽ സാധ്യത 1 ദിവസത്തിനും 3 ദിവസത്തിനും ഇടയ്ക്കാണ് എങ്കിലും 1 മാസം വരെയൊക്കെ ഈ ആൽക്കഹോൾ വിഡ്രോവൽ സീഷേഴ്സ് ഉണ്ടാകാം. എന്തൊക്കെയാണ് അപസ്മാരം അല്ലെങ്കിൽ ഒരു കോട്ടൽ അല്ലാതെ ആൽക്കഹോൾ വിഡ്രോവൽ ഉള്ള ഒരു രോഗിയിൽ കാണപ്പെടാറുള്ള ലക്ഷണങ്ങൾ? സ്ഥിരം മദ്യപാനിയായ ഒരാൾ മദ്യം നിർത്തുമ്പോൾ ശരീരത്തിന് വിറയലുണ്ടാവുക, ശരീരം അകാരണമായി വേർക്കുക, ദേഷ്യം കൂടുക, ഉറക്കം ഇല്ലാതിരിക്കുക, നടക്കുമ്പോൾ വേച്ചു പോവുക, ഇങ്ങനെയുള്ള രോഗലക്ഷണങ്ങൾ കാണാറുണ്ട്. ഈ പറയുന്നതെല്ലാം ആൽക്കഹോൾ വിഡ്രോവലിൻ്റെ ലക്ഷണങ്ങളാണ്. ആൽക്കഹോൾ വിഡ്രോവൽ സീഷർ ഉണ്ടായാൽ ചികിത്സ സാധാരണ സീഷർ പോലെ തന്നെയാണ്. മദ്യം ഉപയോഗിക്കുന്നത് നിർത്തുകയും തലച്ചോറിൻ്റെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റിയെ അല്ലെങ്കിൽ ബ്രെയിനിൻ്റെ ആക്ടിവിറ്റിയെ സപ്രസ് ചെയ്യാൻ ബെൻസോഡയസപ്പീൻ എന്ന് പറയുന്ന വിഭാഗം മരുന്നുകൾ നമ്മൾ കൊടുക്കും. ലോറാസെപ്പാം, ക്ലോർ ഡയസപ്പോക്സൈഡ്, ഇങ്ങനെയുള്ള മരുന്നുകളാണ് ബ്രെയിനിൻ്റെ ആക്ടിവിറ്റി സപ്രസ് ചെയ്യാൻ കൊടുക്കുക. അത് രോഗി ശാന്തനാവാനും ഉറങ്ങാനും അവൻ്റെ ഓട്ടോണോമിക് ഡിസ്ഫങ്ഷൻ കൺട്രോൾ ചെയ്യാനുമൊക്കെ സഹായിക്കും. പതിയെ പതിയെ ഇതിൻ്റെ ഡോസ് കുറച്ചുകൊണ്ടുവരും. ആൽക്കഹോൾ വിഡ്രോവൽ സീഷേഴ്സ് ഉള്ള രോഗികളെ നമ്മൾ എത്ര നാൾ ചികിത്സിക്കണം? ഇത് ഒരു അക്യൂട്ട് സിംറ്റമാറ്റിക് സീഷറാണ്. എന്ന് വെച്ചാൽ ഒരു കാരണം കൊണ്ടുണ്ടായിരിക്കുന്ന ഒരു ഫിറ്റ്സ്. പലപ്പോഴും ഈ രോഗികളിൽ തലയുടെ സ്കാനിൻ്റെ അകത്തോ EEGയിലോ ഒന്നും കാര്യമായ വേരിയേഷൻസ് ഉണ്ടാകാറില്ല. അതുകൊണ്ട് തന്നെ 2-3 വർഷമൊന്നും ഈ രോഗികളെ നമ്മൾ ചികിത്സിക്കുകയില്ല. വിഡ്രോവൽ സീഷറിന് അപകട സാധ്യത നിലനിൽക്കുന്ന ഒരു മാസം വരെയൊക്കെ മാത്രം മരുന്ന് കൊടുത്തതിന് ശേഷം നമ്മൾ നിർത്തുകയാണ് ചെയ്യുക. ചിലപ്പോഴൊക്കെ ആൽക്കഹോൾ വിഡ്രോവൽ സീഷർ ഒറ്റ തവണയൊക്കെ ഉണ്ടായിട്ടുള്ളൂ എങ്കിൽ 1 ആഴ്ചയ്ക്കോ 2 ആഴ്ചയ്ക്കോ മാത്രം മരുന്ന് കൊടുത്തതിന് ശേഷം നിർത്തുകയും ചെയ്യാറുണ്ട്. ആൽക്കഹോൾ വിഡ്രോവലിൻ്റെ ഭാഗമായിട്ട് സീഷർ ഉണ്ടാകുമ്പോൾ അതിന് മറ്റ് കാരണങ്ങളുണ്ടെങ്കിൽ, ഉദാഹരണത്തിന് തലയിലൊരു ബ്ലീഡിങ് ഉണ്ടായിട്ടുണ്ട്, തലയിടിച്ച് ഒരു ഇഞ്ചുറി ഉണ്ടായിട്ടുണ്ട്, ഫിറ്റ്സിലേക്ക് വഴിവെച്ചേക്കാവുന്ന മറ്റ് കാരണങ്ങൾ ഇതിൻ്റെ ഒപ്പമുണ്ട് എങ്കിൽ ചിലപ്പോൾ നമ്മൾ നീണ്ടകാലം ചികിത്സിക്കേണ്ടി വരും. ആൽക്കഹോൾ വിഡ്രോവൽ സീഷർ അല്ലാതെ രണ്ടാമത്തെ തരമാണ് ആൽക്കഹോൾ ഇൻടോക്സിക്കേഷൻ റിലേറ്റഡ് സീഷർ.
സാധാരണഗതിയിൽ മദ്യം ഉപയോഗിച്ചാൽ മദ്യത്തിൻ്റെ എഫക്റ്റ് കൊണ്ട് സീഷർ ഉണ്ടാകില്ല. കാര്യം മദ്യത്തിന് ബ്രെയിനിലെ ഒരു ഡിപ്രസൻറ്റ് ആക്ഷനാണുള്ളത്. എന്നാൽ മദ്യത്തിൻ്റെ തോത് കൂടിപ്പോയാൽ, ആൽക്കഹോൾ ലെവൽ ശരീരത്തിൽ കൂടിപ്പോയാൽ, പിന്നെ മദ്യത്തിൻ്റെ ഉപയോഗത്താൽ അല്ലെങ്കിൽ മദ്യം ഉപയോഗിക്കുന്ന സമയത്ത് ചിലരൊക്കെ ഭക്ഷണമൊന്നും കഴിക്കത്തില്ല, ഷുഗറിൻ്റെ അളവ് താന്നു പോകാം. ലിവറിൻ്റെ ഡാമേജ് ഉണ്ടായതുകൊണ്ട് ഷുഗറിൻ്റെ അളവ് താന്നു പോകാം. മദ്യ ഉപയോഗവുമായി ബന്ധപ്പെട്ട് ലിവർ ഡാമേജ് ഉള്ളവരാണ് എങ്കിൽ അമോണിയയൊക്കെ കൂടുന്നത് കൊണ്ട് ഹെപ്പാറ്റിക് എൻകഫലോപ്പതി ഉണ്ടാകാം. ഈ കാരണങ്ങളാലൊക്കെയാണ് മദ്യത്തിൻ്റെ ഉപയോഗവുമായി ബന്ധപ്പെട്ട് ഫിറ്റ്സ് ഉണ്ടാകാറുള്ളത്. അതുപോലെ തന്നെ ശരീരത്തിലെ ലവണാംശങ്ങളുടെ അളവ് കുറഞ്ഞാൽ, സോഡിയത്തിൻ്റെ അളവ് കുറയുകയോ കാൽഷ്യത്തിൻ്റെ മഗ്നീഷ്യത്തിൻ്റെയൊക്കെ അളവ് കുറയുകയൊക്കെ ചെയ്താൽ ആ സാഹചര്യത്തിലും മദ്യ ഉപയോഗം കൊണ്ട് കോട്ടൽ അല്ലെങ്കിൽ ഫിറ്റ്സ് ഉണ്ടാകാം. എന്ത് കാരണത്താലാണ് ഫിറ്റ്സ് ഉണ്ടാകുന്നത് എന്ന് മനസ്സിലാക്കുന്നത് വീണ്ടും ഉണ്ടാകുന്നത് തടയാൻ വളരെ പ്രാധാന്യമുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കൾക്ക് ആർക്കെങ്കിലും അപസ്മാര രോഗം ഉണ്ടെങ്കിൽ അവരോട് കർശനമായും പറയുക, മദ്യം വിശേഷ സാഹചര്യങ്ങളിൽ പോലും ഉപയോഗിക്കുക അഭികാമ്യമല്ല. നന്ദി.